സുരക്ഷയ്ക്ക് സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. സ്ത്രീ സുരക്ഷാ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് പാവപ്പെട്ട നിയമത്തിൻ്റെ ആഴവും പരപ്പും അറിയാത്ത സ്ത്രീകളെ ഉപയോഗിച്ച് നിയമത്തെ ദുരുപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് പൊന്നാനിയിലെ വ്യാജ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധിച്ചത്. തീർച്ചയായിട്ടും കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ഇടപെടൽ അത് സന്തോഷകരമാണ്. പക്ഷേ നാളെയും കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അന്വേഷണത്തിന് കേരളത്തിൻ്റെ പൊതുസമൂഹം കാത്തിരിക്കുന്നുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ അദ്ദേഹം തന്നെ പറഞ്ഞ ചില വാക്കുകൾ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത്, പൊന്നാനിയിൽ ഈ സ്ത്രീയെ കാണാൻ വേണ്ടിയിട്ട് അൻവർ വരുന്നു, അൻവറിൻ്റെ കൂടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു പ്രതിനിധി വരുന്നു, അവിടെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം പറയേണ്ടത് എന്ന് ചാനലിൻ്റെ തന്നെ റിപ്പോർട്ടർ പറഞ്ഞു പഠിപ്പിക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേരളത്തിൻ്റെ പൊതുസമൂഹം മറന്നിട്ടില്ല. എനിക്കുള്ള ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, ഈ പൊതുസമൂഹത്തിനകത്ത് എന്ത് ഇല്ലാത്ത കഥകളും പ്രചരിപ്പിക്കാൻ സ്ത്രീയെ ഭാവിയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരെ മുഴുവൻ ചോദ്യം ചെയ്യണം. അന്ന് പൊന്നാനി പ്രദേശത്ത് ചെന്ന ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ, പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഈ വിഷയം എത്തിച്ചിട്ടുള്ളവരെ എല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ജുഡീഷ്യൽ എൻക്വയറി നടത്താൻ അതിനുള്ള ഒരു തൻ്റേടം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഈ വ്യാജ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെടുകയാണ്. മറ്റൊന്ന്, വളരെ രസകരമായിട്ടുള്ള ഒരു വസ്തുത ഇന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നമുക്ക് കാണാനും കേൾക്കാനും സാധിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നത്, ഓരോ വർഷവും DC പുസ്തക മേള നടത്താറുണ്ട്, പുസ്തകോത്സവം നടത്താറുണ്ട്. ആ പുസ്തകോത്സവം നടക്കുന്ന സമയത്ത് 2 ലക്ഷം രൂപ വീതം ബജറ്റിൽ നിന്ന് DCക്ക് കൊടുക്കുന്നതായിട്ടുള്ള അറിവുകളുണ്ട്. ഇത് ശരിയാണോ എന്ന് ബഹുമാനപ്പെട്ട പ്രസാധകർ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പ്രതികരിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുകയാണ്. ഇത്രയും പൊതുപ്രവർത്തന രംഗത്ത് ഇത്രയും വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയുടെ ആത്മകഥയുടെ പ്രകാശനം അത് കേരളത്തിൻ്റെ മുന്നിൽ നടക്കാൻ പോകുന്നു എന്ന് DCയെ പോലെയുള്ള പ്രസാധകൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അറിയിപ്പ് കേരള പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഉണ്ടാവുകയും അത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് ശ്രീമാൻ EP ജയരാജൻ പറയുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ EP ജയരാജനുമായി DC ബുക്സ് ആത്മകഥ പ്രകാശനം ചെയ്യാൻ വേണ്ടി ഒരു കരാർ ഒപ്പുവെച്ചിട്ടുണ്ടോ എന്നറിയാൻ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് DC ബുക്സ് ഇത് ഒളിച്ചു വെക്കുന്നത്? എത്രയോ കാലമായിട്ട് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ എത്രയോ ആളുകളുടെ പുസ്തകം പ്രകാശനം ചെയ്തിട്ടുള്ള റെപ്യൂട്ടേഷനുള്ള ഈ DC ബുക്സ് എന്തുകൊണ്ടാണ് ഈ ബുക്കിൻ്റെ പ്രസാധനം വൈകിച്ചിട്ടുള്ളത്, പ്രകാശനം വൈകിപ്പിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് കൂടി അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇനി CBI ഡയറിക്കുറിപ്പ് വരേണ്ടി വരുമോ കേരളത്തിലേക്ക്? മുഖ്യമന്ത്രിയാണ് അതിന് മറുപടി പറയേണ്ടത്. ഈ പാർട്ടിക്ക് അകത്ത് അത് നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണ്. എന്നാൽ
മാർക്സിസ്റ്റ് പാർട്ടി പോലൊരു പാർട്ടിയിൽ പ്രവർത്തിക്കുകയും അതിനകത്ത് പതിറ്റാണ്ടുകൾ നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പുസ്തക പ്രകാശനം അത് നടക്കാൻ പോകുന്നു എന്നുള്ളത് പാർട്ടി അറിയുന്നില്ല. അത് പോട്ടെ. പക്ഷെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പറഞ്ഞത് EP ജയരാജനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാഷ് ഒരു കാര്യം കൂടി പറയണം കേരളത്തിലെ പൊതുസമൂഹത്തോട്. DC ബുക്സിനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷിന് വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അതുകൂടി തുറന്നു പറയാനുള്ള ഒരു മര്യാദ ഗോവിന്ദൻ മാസ്റ്റർ കാണിക്കണം എന്നും ആവശ്യപ്പെടുകയാണ്. ഈ പുസ്തകത്തിനകത്ത് EP ജയരാജൻ എഴുതിയിട്ടുള്ളത് താങ്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. അപ്പോൾ നിരവധി തവണ EP കണ്ടു എന്ന് താങ്കൾ പറയുമ്പോൾ അതിനകത്ത് ജയരാജൻ പറയുന്നത് ഒരു തവണ മാത്രമാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങിൽ വെച്ച് മാത്രമാണ് താങ്കളെ കണ്ടത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഫോൺ നമ്പർ ശോഭാ സുരേന്ദ്രൻ മേടിച്ചു എന്നുള്ളതാണ്. എന്താണ് അതിനകത്ത് പറയാനുള്ളത്? അല്ല, എന്നെക്കുറിച്ച് ശോഭാ സുരേന്ദ്രൻ്റെ വിശ്വാസ്യതയ്ക്ക് വില പറയുകയും ശോഭാ സുരേന്ദ്രൻ്റെ നിലവാരത്തെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യുന്ന ശ്രീമാൻ EP-യുടെ നിലവാരവും EP-യുടെ വിശ്വാസ്യതയും ഒക്കെ കേരളം പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സാന്റിയാഗോ മാർട്ടിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ല എന്ന് പറയുകയും പിന്നീട് ആ പണം തിരിച്ചു കൊടുക്കാൻ നിർബന്ധിതനാവുകയും ചെയ്തതും കേരളത്തിൻ്റെ പൊതുസമൂഹം കണ്ടതാണ്. ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദമുണ്ടായ സമയത്ത് അതെൻ്റെ ബന്ധുവല്ല എന്ന് പറഞ്ഞ ശ്രീമാൻ EP ജയരാജനെ കേരളം കണ്ടതാണ്. അപ്പോൾ ഞാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കോടതിയിൽ പോകും എന്നാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രനാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്.